ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ എഗ്സ് ആണ്. അപ്പോൾ അത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ എഗ്സ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ അതെടുത്തിട്ട് അതിനൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഫെവിക്കോൾ ഇട്ടേക്കണത് വൈറ്റ് ഗ്ലൂ ഏതായാലും മതി. എന്നിട്ട് ഞാനതിനെ അങ്ങോട്ട് രണ്ടാമതതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കും അങ്ങോട്ട്. എന്നിട്ട് അതിനെ നമ്മൾക്ക് പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ പാർട്സൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ബ്ലേഡ് വെച്ച് പതുക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കും, ക്ലീൻ ചെയ്യുന്ന നന്നായിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഓഫ് വൈറ്റ് കളറാണ്, ആക്രിലിക് കളർ തന്നെ എടുത്തിരിക്കുന്നത്. പെയിൻ്റ് എടുത്തിട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് അടിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ട് 2 കോട്ട് കൊടുക്കണേ. ഉണങ്ങിയതിന് ശേഷം 1 കോട്ട് കൊടുക്കണം. അതിപ്പോൾ നന്നായിട്ട് അത് ഉണങ്ങാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ചിട്ട്, ഇതിപ്പോൾ ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾക്ക് ഫ്ലവേഴ്സ്, ലീവ്സ്, നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും, ഇപ്പോൾ ഏത് ഡിസൈൻ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കനം കുറഞ്ഞ തിന്നായിട്ടുള്ള പേപ്പർ കിട്ടിയാലും മതി. അത് നമുക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് തിന്നായിട്ട് പ്രിൻ്റ് എടുക്കാനും പറ്റും കേട്ടോ, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് സാധാരണ ഇപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് തന്നെ നമുക്കതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് ഓരോ പീസായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ബട്ടർ പേപ്പർ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പതുക്കെ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. നന്നായിട്ട് സ്റ്റിക്ക് ആയിക്കോളും. നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ലീവ്സ്, ചെറിയ ചെറിയ ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് അത് എങ്ങനെയാണ് ഭംഗി വരുന്ന രീതിയിൽ അധികം ചുളുക്കൊന്നും ഇല്ലാണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിന് നമുക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കതിങ്ങനെ ചരിച്ച് അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ ഭംഗി നോക്കിയിട്ട് അതുപോലെ നമുക്ക് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന പോലെ ഒട്ടിക്കണമെന്നില്ല, നമുക്കത് അവിടെ ലെങ്ത്ത് പോരാന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് കട്ട് ചെയ്ത് കളയാം, അങ്ങനെയെല്ലാം കുഴപ്പമില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് ഇതിൽ ക്ലിയർ ഗ്ലൂ ആണ് ഞാനത് അടിച്ചു കൊടുക്കുന്നത്. ക്ലിയർ ഗ്ലൂ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മോഡ് പോഡ്ജൊക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഫെവിക്കോൾ അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ക്ലിയർ വാർണിഷ് ഇതെല്ലാം നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണ് സാധാരണ പെയിൻറ്റിങ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഇത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത എഗ് എടുത്തിരിക്കുന്നതിൽ ഇപ്പോൾ ടിഷ്യൂ പേപ്പറിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ മിഡിൽ ഭാഗത്ത് മാത്രമായിട്ട് ഞാൻ ഓരോ ഫ്ലവേഴ്സും കൊണ്ട് ഒട്ടിച്ചു കൊടുത്തേക്കാണ്. അതങ്ങോട്ട് ചുറ്റിന് നമുക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓരോന്ന് വലിയ ക്യാപ്പൊന്നും ഇടണ്ട, അടുപ്പിച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അക്രിലിക് കളർ തന്നെയാണ്, റെഡ് കളർ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ 2 സൈഡിലും റെഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അങ്ങോട്ട് മുഴുവനായിട്ട് അടിച്ചു കൊടുക്കും. ആദ്യം ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അതിനിപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര കൊടുക്കണമെന്ന് വെച്ചാൽ അത്രയും അങ്ങോട്ട് കൊടുത്ത് വയ്ക്കാം. 2 സൈഡിൽ ഞാൻ റെഡ് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്ന് ആ വൈറ്റിലോട്ട് നമ്മൾ ചെറുതായിട്ട് അതിനൊരു ചെറിയൊരു ഡിസൈൻ കൊടുത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. പിന്നെ ഈ സൈഡിലേക്ക് ഞാൻ വൈറ്റ് എടുത്തിട്ട് റെഡിലേക്ക് കയറ്റിയിട്ട് അതുപോലെ ഡിസൈൻ കൊടുക്കുകയാണ്. പെയിൻറ്റ് ഇപ്പോൾ ആക്രിലിക്കോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതങ്ങോട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എളുപ്പമാവും. നമുക്ക് അങ്ങോട്ട് ഔട്ട്ലൈൻ ആദ്യം കൊടുക്കുക, എന്നിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് വീണ്ടും അതിലേക്ക് ഡിസൈൻ കൊടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ റെഡിൻ്റെ മുകളിൽ ടൂത്ത് പിക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ആ വൈറ്റിലേക്ക് നമ്മൾക്ക് വൈറ്റ് ആ ഡിസൈൻ കൊടുത്തേക്കുന്ന ഇടത്തേക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊരു കൈ കൊണ്ട് ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റി ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരു വൈറ്റിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തു, റെഡ് കളറിൽ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മിഡിലാണെങ്കിലും റെഡ് ചെറുതായിട്ടൊന്ന് ആ ഫ്ലവറിൻ്റെ മിഡിലിൽ ചെറുതായിട്ട് റെഡ് കൊടുത്തു. അത്രയ്ക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇത് മോഡ് പോഡ്ജ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇരുന്നോളും. നല്ല കുറച്ച് ഭംഗി വയ്ക്കുന്നു, കുറച്ചും കൂടെ ഭംഗിയാവും. അങ്ങനെ ഇരുന്നോളും. ഇപ്പോൾ ഞാനിത് ഒരു ഹോളുള്ള ഭാഗങ്ങൾ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഇച്ചിരി പശ വെച്ചിട്ട് അല്ല റെഡ് കളർ പെയിൻ്റ് അങ്ങ് തൂത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാ ഹോളും നമുക്ക് അങ്ങനെ അടച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗ്ഷെൽ തന്നെ എടുത്തേക്കാണ്. അതിന് ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചിട്ട് നെയിൽ പോളിഷ് എടുത്തിട്ട് നമ്മൾ എഗ്ഷെല്ല് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയിൽ പോളിഷ് തന്നെ യൂസ് ചെയ്യണത്. അപ്പം ഞാനത് ചെയ്ത് നോക്കി ഒട്ടും അതവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിപ്പുണ്ട്. ഞാനത് മാറ്റിയൊക്കെ നോക്കിയിട്ട് അത് അനങ്ങുന്നില്ല, നല്ലോണം സ്റ്റിക്കായിട്ടുണ്ട് അത്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു പെയിൻ്റ് അടിയിൽ കൊടുത്ത് പിന്നെ ഫെവിക്കോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് സ്റ്റിക്കാവും. ഞാനിപ്പോൾ അതിൻ്റെ ഹാഫേ കൊടുത്തുള്ളൂ. ബാക്കി ഏരിയ മുഴുവൻ ഞാൻ ആ നെയിൽ പോളിഷ് തന്നെ ഇങ്ങനെ കുത്തി കൊടുത്ത് അത് ഫില്ല് ചെയ്യാണ് ചെയ്തത്. ഞാൻ മുഴുവനായിട്ട് വേണമെങ്കിൽ എഗ്ഷെൽ തന്നെ ഒട്ടിക്കാട്ടോ, വേണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ മോഡ് പോഡ്ജ് അടിച്ച് വെക്കണം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ തന്നെയാണ് ചെറുതായി കയ്യിലെടുത്തിട്ട് ഇത് അക്രിലിക് പെയിൻറ്റ് ഗ്രീൻ കളറാണ് എടുത്തത്. ഏത് കളർ വേണമെങ്കിലും എടുക്കാട്ടെ. ഇപ്പോൾ ഞാൻ അതിൽ ആ നേരിട്ട് അതിലേക്ക് പതുക്കെ ആ പെയിൻറ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. പതുക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഗ്രീൻ അല്ല റെഡ്, നമുക്ക് ഏത് ഇഷ്ടമുള്ള കളർ എടുത്ത് മാറ്റി ചെയ്യാതെ. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് റെഡ് കളർ എടുത്തിട്ട് അക്രിലിക് പെയിൻറ്റ് തന്നെ റെഡ് കളർ എടുത്ത് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഞാൻ വൺ സൈഡേ കൊടുത്തുള്ളൂ, ഫുള്ളായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം, വൺ സൈഡ് മാത്രമേ കൊടുത്തുള്ളൂ. എന്നിട്ട് അതിനെ നമ്മൾക്ക് മോഡ് പോഡ്ജ് അടിച്ച് അതിനെ ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് അതിൻ്റെ ജോയിൻറ്റിൽ ഒരു ലേസ് ഒട്ടിച്ചു കൊടുത്ത് ഒക്കെ വളരെ എളുപ്പത്തിൽ, ഇപ്പോൾ എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇതിപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡെക്കറേഷനാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് വെക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമ്മൾക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നെയിൽ പോളിഷ് വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നെയിൽ പോളിഷ് നമ്മളിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കും. ഇപ്പം മിക്കവർക്കും അറിയാൻ പറ്റും, നമ്മൾ ഇനാമൽ പെയിൻറ്റിലൊക്കെ ബോട്ടിലൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്യാറുണ്ട് സാധാരണ. അപ്പോൾ അത് നമുക്കൊരു ചെറിയൊരു പാത്രം മതി. ഇപ്പം എഗ്ഗ് ആയതുകൊണ്ട് ചെറിയ സൈസാണല്ലോ, അതിനകത്ത് ഞാനിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇടാം. ഒരു 3-4 കളേഴ്സ് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിനിങ്ങനെ വരഞ്ഞൊരു ഡിസൈൻ ആക്കി എടുക്കണം. ഇത്തിരി സമയമെടുത്ത് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തിരിച്ച് ഡിസൈനാക്കി എടുക്കാം. പറ്റുമെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ, കാരണം കയ്യിലത് ആയിട്ട് കയ്യിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഇതെങ്ങനെയുണ്ട്, എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ ഈ ഈസ്റ്ററിന്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.